വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ച് വി.കെ. ശ്രീകണ്ഠൻ എം.പി. വെളിപ്പെടുത്തലിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും വി.കെ. ശ്രീകണ്ഠൻ. അതേസമയം രാഹുലിന്റെ രാജി പാർട്ടി തീരുമാനമെന്നും രാഹുലിനെതിരെ നടക്കുന്ന രാഷ്ട്രീയ വേട്ടയാടലെന്നും എം.പി. പറഞ്ഞു. ഇത് സംഭവിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും രേഖാമൂലം ഇന്ന് വരെ ഒരു പരാതി നൽകിയിട്ടില്ല, ഒരു പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടില്ല, ഒരു നിയമ സംവിധാനത്തിൽ നൽകിയിട്ടില്ല. ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തൽ മാത്രമാണ്, ഓരോ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ ഗൂഢാലോചന എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇനി പുറത്തു വരാതിരിക്കുന്നല്ലേ ഉള്ളൂ. മുഴുവൻ കാര്യങ്ങളും വന്നിട്ടില്ലല്ലോ. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടികളെ, സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനമാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. സ്വീകരിച്ചത്. രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞു? സുരേഷ്, തീർച്ചയായിട്ടും ഈ വി.കെ. ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നും രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ചിട്ടുള്ള അതല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള സ്ത്രീകളെ പൂർണ്ണമായും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. വി.കെ. ശ്രീകണ്ഠൻ പറയുന്നത് ഇതിൽ പരാതിയായിട്ട്, അതായത് പോലീസിനോ മറ്റോ ഒക്കെ പരാതിയായിട്ട് ഒരു കേസും മറ്റോ ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇതൊരു പുകമറ മാത്രമാണ് എന്നുള്ളതാണ് പാലക്കാട്ടെ എം.പി. ആയ വി.കെ. ശ്രീകണ്ഠൻ പറയുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ നമ്മൾ എടുത്ത് ചോദിക്കുകയുണ്ടായി വി.കെ. ശ്രീകണ്ഠൻ എം.പിയോട്, നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യുന്നതൊക്കെ പ്രത്യേകിച്ച് പരാതി കിട്ടേണ്ട ആവശ്യമില്ലാതെ തന്നെ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന കുറ്റമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരവും വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഈ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണം കൂടെ ഉണ്ടായി. വെളിപ്പെടുത്തൽ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണം, അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുൾപ്പെടെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണ്, എല്ലാം പുകമറയാണ്. രാഹുലിന്റെ രാജി പാർട്ടി തീരുമാനമാണ്, രാജി അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ രാജി പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണെന്നും ആരോപണം വന്ന ഉടനെ നടപടിയെടുത്തു ഈ പാർട്ടി, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നടപടികൾ ഈ ആരോപണം വന്ന ഉടനെ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തു ചോദിക്കുകയുണ്ടായി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ ഇരിക്കുന്നതോ ഇരിക്കാതിരിക്കുന്നതോ ഒന്നും പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, പാലക്കാട്ടെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എം.എൽ.എ ആണ്. അപ്പോൾ എം.എൽ.എ സ്ഥാനത്ത് നിന്നല്ലേ രാഹുൽ രാജിവെക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാതെ വഴുതി മാറുന്ന ഒരു സാഹചര്യം. അരുൺ, ഇവിടെ ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ആരോപണം ഉന്നയിച്ച ഒരു വനിത പറഞ്ഞിരിക്കുന്നത് ഈ പരാതി നേതൃത്വത്തെ അറിയിച്ചിരുന്നു, എന്നാൽ അത് അവന്റെ മിടുക്കല്ലേ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ രാഹുലിനെ സംരക്ഷിക്കുന്നത് വി.കെ. ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഒക്കെ രാഹുലിന് സംരക്ഷണം ഒരുക്കുകയാണ്, പ്രതിപക്ഷ നേതാവടക്കം സംരക്ഷണം ഒരുക്കുകയാണ് എന്നുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ ഒരു ഘട്ടത്തിൽ വി.കെ. ശ്രീകണ്ഠന്റെ നിലപാടുകൾക്ക് സംരക്ഷണം, ഒരു രക്ഷകർത്താവിന്റെ ഒരു സമീപനം, ആ സ്വരം കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ രാഹുൽ പാലക്കാട് മത്സരിക്കാൻ വന്ന സമയത്ത് രാഹുലിന് ഇത്തരത്തിൽ ഇവിടെ പാലക്കാട് വേണ്ട എന്ന് പറഞ്ഞ് കത്ത് അയച്ച വ്യക്തികളിൽ ഒരാളാണ് വി.കെ. ശ്രീകണ്ഠൻ. മാത്രമല്ല വി.കെ. ശ്രീകണ്ഠനും DCC പ്രസിഡന്റായ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് കെ മുരളീധരനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന ആവശ്യമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഇപ്പോൾ രാഹുലിന് സംരക്ഷണം തീർത്തുകൊണ്ടുള്ള പ്രതികരണമാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളത് ഇതിലൊരു പരാതിയും ഇല്ലല്ലോ എന്ന തരത്തിലാണ്. ഇതെല്ലാം പുകമറയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഏതൊക്കെയോ ഇതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വി.കെ. ശ്രീകണ്ഠൻ പറയുന്നത് എന്നുള്ളതാണ്. അതേസമയം നമുക്കറിയാം ഇതൊരിക്കലും രാഷ്ട്രീയ ഗൂഢാലോചനയല്ല. നിരവധി യുവതികൾ, ആദ്യം ഒരു യുവതി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു, അതിനുശേഷം സമാന അനുഭവം ഉണ്ടായ നിരവധി യുവതികൾ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തുന്നു. അതിൽ ശബ്ദ സന്ദേശങ്ങൾ വരുന്നു, വാട്സപ്പ് ചാറ്റുകൾ വരുന്നു, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാറ്റുകൾ വരുന്നു, ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ
തെറ്റുകൾ വരുന്നു. ഇതൊക്കെ ഈ വി കെ ശ്രീകണ്ഠൻ പറയുന്നത് ഇതിലൊക്കെ ആധികാരികതയുണ്ടോ, ഇത് രാഹുലിന്റെ ശബ്ദം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ് എന്ന തരത്തിലൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ രാഹുലിനെ ഈ സംഭവത്തെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത്. മാത്രമല്ല ഇതിൽ എടുത്തു പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ എന്നുള്ളത് മാത്രമാണ് വലിയ കാര്യമായിട്ട് ഈ വി കെ ശ്രീകണ്ഠൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നാലും ഇരുന്നാലും ഒന്നും പൊതുജനത്തെ ബാധിക്കുന്ന വിഷയമല്ല എന്നിരിക്കെ അത്തരം കാര്യങ്ങളിൽ പറയുന്നില്ല. ഈ രാഹുലിന്റെ MLA സ്ഥാനം രാജിവെച്ച് ഇതിൽ നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായ ഉത്തരം ഈ വി കെ ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും തീർത്തും രാഹുലിന് സംരക്ഷണം തീർക്കുന്ന ഒരു സമീപനം അതുതന്നെയാണ് വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണത്തിൽ ആദ്യ അവസാനം ഒഴിച്ചു നിന്നത്. അതിൽ മാധ്യമ പ്രവർത്തകർ ഓരോരുത്തരും നമ്മൾ എടുത്തു ചോദിച്ചു ഓരോ വിഷയങ്ങൾ. ഒന്ന്, ഈ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യുമ്പോൾ അതിലൊരു പരാതി പ്രത്യേകമായിട്ട് ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്, പോലീസിന് തന്നെ സ്വമേധയാ കേസെടുക്കാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം MP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൃത്യമായിട്ട് ചോദിച്ചത്, ഈ വിഷയത്തിൽ ശബ്ദ സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിരിക്കുമ്പോൾ അതൊക്കെ ഒരു കൃത്യമായ രേഖകളല്ലേ, അതിനെങ്ങനെയാണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുക എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ ഉത്തരമില്ല. അതിനൊന്നും ആധികാരികതയില്ല, അതൊന്നും രാഹുലിൻ്റേത് തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം വേണം എന്ന തരത്തിലൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും തീർത്തും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ വി കെ ശ്രീകണ്ഠൻ എന്ന പാലക്കാട്ടെ MP-യുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒപ്പം പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടുകൂടെ അദ്ദേഹം പ്രതികരിക്കുന്നു. അദ്ദേഹം അല്പവസ്ത്രധാരികൾ അല്ലെങ്കിൽ അർദ്ധവസ്ത്രധാരികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ചും സംസാരിക്കുന്നു എന്നുള്ളതാണ്. യെസ് അരുൺ, ഒപ്പം തന്നെ ഈ വി കെ ശ്രീകണ്ഠൻ MP-യുടെ സമീപനം സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉയർന്നു വന്നതിന് ശേഷം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരം സജീവമായ, അതായത് കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി തങ്ങളെ തന്നെ അപമാനിക്കുന്ന, കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അപമാനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന തരത്തിലുള്ള സ്വരങ്ങളുണ്ട്. അങ്ങനെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്ന സ്വരങ്ങൾ രൂപപ്പെടുമ്പോൾ, പാലക്കാട് DCC-യിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുമ്പോൾ, സംസ്ഥാന കോൺഗ്രസ് നേതൃനിരയിൽ തന്നെ അത്തരത്തിലുള്ള വിഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഈ വി കെ ശ്രീകണ്ഠൻ MP-യുടെ നിലപാടിന് കോൺഗ്രസിനുള്ളിൽ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്? കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി രൂപപ്പെടാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ വിഭിന്ന സ്വരങ്ങളും പടയൊരുക്കങ്ങളും ഇതിനോടൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഗോഡ് ഫാദർമാർ സംരക്ഷിക്കട്ടെ എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ചർച്ചകൾ നടന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിലും ഈ കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. അതിലേറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്നുള്ളത് രാഹുലിനും ഷാഫിക്കുമെതിരെയാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇരുവരും പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെ എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എത്തിയത് വലിയ ഫണ്ട്, അത് ഈ തുക എന്ത് ചെയ്തു എന്ന് ഇവർ വ്യക്തമാക്കണം. MLA ആയ ശേഷം രാഹുൽ വാങ്ങിയ കാറിന് പൈസ എവിടെ നിന്ന് ലഭിച്ചു? രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എതിർത്തത് സ്വഭാവ ദൂഷ്യം കൊണ്ട് കൂടിയാണെന്നും മറുവിഭാഗം പറയുന്നു എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ കാര്യമാണ്. അതായത് ഈ കോൺഗ്രസിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ഫണ്ട് വന്നു. ആ ഫണ്ട് കൈകാര്യം ചെയ്തതും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ടും പുതിയ വിവാദങ്ങൾ കൂടെ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഫണ്ട് എന്ത് ചെയ്തു, രാഹുലും ഷാഫിയും കൂടെ ഈ ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. രാഹുലിന്റെ പുതിയ കാർ വാങ്ങാൻ കാശ് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ഒരു ചോദ്യം ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ MLA ആയ ശേഷം വാങ്ങിയ കാറിന് പൈസ എവിടെ നിന്ന് ലഭിച്ചു? രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എതിർത്തത് സ്വഭാവ ദൂഷ്യം കൊണ്ടുകൂടെയാണ്. അതായത് ഇത് നേരത്തെ തന്നെ നേതാക്കൾക്ക് പലർക്കും അറിയാമായിരുന്നു ഈ രാഹുലിന്റെ സ്വഭാവ ദൂഷ്യം. അതുകൊണ്ട് കൂടെയാണ് തങ്ങൾ ഈ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അന്ന് തന്നെ എതിർത്തത് എന്നുള്ളതാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് നിന്നും പറയുന്നത്. ഏതായാലും പാലക്കാട്ടെ കോൺഗ്രസിൽ ഇപ്പോൾ രാഹുലിനും ഷാഫിക്കുമെതിരെ പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഷാഫിയും VD സതീശനും ഇതുവരെ ഈ വിഷയത്തിലെ കൃത്യമായ നിലപാടുകളോ മറ്റോ സ്വീകരിക്കുന്നില്ല. തീർത്തും രാഹുലിന് സംരക്ഷണമേകുന്ന നടപടികൾ അത് ഇരുവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം അരുൺ, അത് തന്നെയാണ് ഈ വി കെ ശ്രീകണ്ഠൻ പരസ്യമായി രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, സ്ത്രീകളെ അപമാനിക്കുമ്പോൾ ഷാഫി പറമ്പലിന്റെ മൗനം അതിന് അത്രത്തോളം അർത്ഥവുമുണ്ടല്ലേ? പ്രത്യേകിച്ച് പാലക്കാട് വീണ്ടും മത്സരിക്കാനുള്ള ഒരു താല്പര്യം ഷാഫി അറിയിച്ചിട്ടുണ്ട്, നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യ യോഗം പോലും ഷാഫി വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി ഉയരുമ്പോഴാണ് ഷാഫിയുടെ മൗനത്തിന് എത്രത്തോളം അർത്ഥമുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ?
സുരേഷ്, ഈ ഷാഫി പറമ്പിൽ രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത്, അതായത് കെ മുരളീധരനെയൊക്കെ കൊണ്ടുവരണമെന്നുള്ള മറ്റ് KC വേണുഗോപാൽ പക്ഷത്തിൻ്റെയും മറ്റുമൊക്കെ ആവശ്യങ്ങൾ, അതിന് മേലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ടയിൽ നിന്നും കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിച്ചത് ഏത് സമയത്തും തനിക്ക് തൻ്റെ അരുമ ശിഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും മത്സരിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്തയിൽ തന്നെയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് പാലക്കാട് പരക്കെ സംസാരമുണ്ടായ കാര്യവുമാണെന്നുള്ളതാണ്. ഏതായാലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വടകരയിലെ MP സ്ഥാനം അത് വീണ്ടും രാജിവെച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു രഹസ്യ യോഗം പാലക്കാട് നടത്തുകയുണ്ടായി. നമ്മൾ ജനൻ TV തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏതായാലും രാഹുലിനോട് പറഞ്ഞ് ഇവിടെ നിന്നും മാറുക, തുടർന്ന് ഒരു മന്ത്രിസ്ഥാനം കൂടി മുന്നിൽ കണ്ടാണ് ഷാഫി വീണ്ടും പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ നിരവധി അശ്ലീല സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള വളരെ മോശകരമായിട്ടുള്ള സംഭാഷണങ്ങളും ചാറ്റുകളും മറ്റും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ ഇതിലൊരു കൃത്യമായ പ്രതികരണം നടത്തേണ്ട വ്യക്തിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. കാരണം പാലക്കാട്ടെ വോട്ടർമാർക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിയത് ഷാഫി പറമ്പിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉൾപ്പെടെ ഈ വ്യക്തിയെ പരിചയപ്പെടുത്തിയത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ ഒരു മറുപടി പറയണമെന്നുള്ളതും ആ മറുപടിക്കായിട്ട് പാലക്കാട്ടെ ജനങ്ങൾ കാത്തിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പാലക്കാട്ടെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ കണ്ടല്ല രാഹുലിന് വോട്ട് ചെയ്തത്. രാഹുലിനപ്പുറം അത് ഷാഫിക്ക് കൂടെയുള്ള വോട്ടുകളായിരുന്നു. പലപ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള SDPI പോലുള്ള വർഗീയ ശക്തികൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുകയും രാഹുൽ വിജയിച്ചപ്പോൾ SDPI ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തി രംഗത്ത് വന്നൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അതിനപ്പുറം ഈ ഷാഫിക്ക് ലഭിക്കുന്ന വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ കൂടി ഷാഫിയുടെ വാക്കിന്മേൽ അല്ലെങ്കിൽ ഷാഫിയുടെ ഉറപ്പിന്മേലൊക്കെ വിശ്വസിച്ച ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷാഫി പാലക്കാട്ടെ ജനങ്ങൾക്ക് കൊണ്ട് പരിചയപ്പെടുത്തിയ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ മുന്നിൽ അവതരിപ്പിച്ച ഒരു MLA, ആ MLA ഇത്തരത്തിൽ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന, അതുപോലെ തന്നെ ഇത്തരത്തിൽ വളരെ മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ധാർമ്മികമായിട്ട് തന്നെ പാലക്കാട്ടെ ജനങ്ങളോട് ഈ കാര്യത്തിൽ മറുപടി പറയാൻ ഷാഫി പറമ്പിൽ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ഷാഫി പാലക്കാട്ടെ ജനങ്ങളോട് ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്നുൾപ്പെടെ BJP ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്തരമൊരു വ്യക്തിയെ കൊണ്ടുവന്ന് പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതിന് ഷാഫി മാപ്പ് പറയണമെന്നുൾപ്പെടെ BJP ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇതുവരെയും ഈ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. VK ശ്രീകണ്ഠൻ ഡൽഹിയിൽ നിന്നും നേരെ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഷാഫി പാലക്കാട്ടേക്ക് വന്നിട്ടില്ല. ഷാഫി ബീഹാറിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, ഇവിടെ VK ശ്രീകണ്ഠൻ പരസ്യമായ ഒരു പിന്തുണ നൽകിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ വരും മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധം ഉയരാൻ സാധ്യതയില്ലേ? പ്രത്യേകിച്ച് ഇന്നലെ BJPയുടെ നേതൃത്വത്തിൽ DYFIയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. രാഹുൽ രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ്. BJP കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് ഇന്നലെ പ്രശാന്ത് ശിവനടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഈ മണിക്കൂറുകൾ വരും മണിക്കൂറിൽ അങ്ങനെ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യത തന്നെയുള്ളത്. പ്രത്യേകിച്ച് നിലവിൽ അപമാനിക്കുന്ന ഒരു സമീപനം, ഇരകളെ അപമാനിക്കുന്ന ഒരു സമീപനം VK ശ്രീകണ്ഠൻ സ്വീകരിച്ച സാഹചര്യത്തിൽ VK ശ്രീകണ്ഠനെതിരെയും സ്വാഭാവികമായും പ്രതിഷേധം ഉയരും. ഒപ്പം കോൺഗ്രസിനുള്ളിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സമീപനമല്ലേ നിലവിലെ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും പാലക്കാട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധവും വലിയ നാണക്കേട് തന്നെയാണ് ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നാണക്കേട് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. പലരും കഴിഞ്ഞ ദിവസത്തൊക്കെ ഈ നേതാക്കളുമായി നമ്മൾ പലരുമായി സംസാരിച്ചിരുന്നു. അവരുടെയൊക്കെ ഒരു മരണ വീട്ടിലെ മുഖതയാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ എന്നുള്ളതാണ്. ഒരു വിഭാഗം ശക്തിയുക്തം ഈ ഷാഫി പറമ്പിലിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്രയും കാലം പാലക്കാട്ടെ കോൺഗ്രസിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തുന്നുണ്ട്. ഇതൊക്കെ തങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ജില്ലയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിച്ചാൽ മതിയെന്ന്. തങ്കപ്പൻ എന്ന DCC പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യമൊക്കെ വലിയ രീതിയിൽ ഉയർന്നതാണ്. പക്ഷേ അതിനൊക്കെ മറികടന്ന് ഒരാളെ കെട്ടിയിറക്കുന്നു. ആ കെട്ടിയിറക്കിയ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പോലും അറിയാതെ പാലക്കാട്ടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഇപ്പോൾ ആകമൊത്തം നാണക്കേടിലായി, ആകമൊത്തം നാറിയിരിക്കുന്ന സ്ഥിതിയാണ് എന്നുള്ളതാണ് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തലയിൽ മുണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ഗതികേടിലേക്ക് തങ്ങളെ എത്തിച്ചു എന്നുള്ള വലിയ വിമർശനം
ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതേതായാലും കോൺഗ്രസിൽ വരും ദിവസങ്ങളിലും വലിയ പൊട്ടിത്തെറികളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ വഴിവെക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ വി.കെ. ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് സംസാരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം രാഹുൽ പാലക്കാട് വേണ്ട എന്ന് നിലപാടെടുത്ത വ്യക്തിയായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ. പക്ഷെ അതേ വി.കെ. ശ്രീകണ്ഠൻ ഇപ്പോൾ രാഹുലിന് സംരക്ഷണം തീർത്ത് രംഗത്ത് വരുമ്പോൾ അതേതായാലും ഒരു വിഭാഗം നേതാക്കൾക്ക് അത് അലോസരമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ വി.കെ. ശ്രീകണ്ഠൻ ഒരു സമയത്ത് രാഹുലിനെ എതിർത്തിരുന്ന വി.കെ. ശ്രീകണ്ഠൻ അടക്കം ഇപ്പോൾ അനുകൂലിച്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അനുകൂലിച്ച് വരുമ്പോൾ അതിന് പിന്നിലും ചില രാഷ്ട്രീയമുണ്ട്. കാരണം കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കൾ രാഹുലിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ രാഹുലിന്റെ പ്രിയപ്പെട്ട നേതാക്കൾ രാഹുലിന്റെ എല്ലാ ചെയ്തികളും അറിഞ്ഞിട്ടും എല്ലാ സംരക്ഷണവും കൊടുത്ത നേതാക്കൾ, ആ നേതാക്കളുടെ പിന്തുണ വി.കെ. ശ്രീകണ്ഠനും ആവശ്യമാണ്, അനിവാര്യമാണ്. ഒരുപക്ഷെ വി.കെ. ശ്രീകണ്ഠൻ അടക്കമുള്ള നേതാക്കളിലേക്ക് വരെ ഈ ഇരകളുടെ ഈ മൊഴികൾ വരും ദിവസങ്ങളിൽ എത്തിയേക്കാം. കാരണം പ്രതിപക്ഷ നേതാവിനെയും അടക്കം കഴിഞ്ഞ ദിവസങ്ങൾ വിരൽ ചൂണ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വയം രക്ഷ എന്ന രീതിയിലുള്ള ഒരു മുന്നൊരുക്കമായിട്ടും ശ്രീകണ്ഠന്റെ പ്രസ്താവനയെ, വാക്കുകളെ കാണാം അല്ലേ? യെസ് അരുണിലേക്ക് ഇപ്പോൾ ബി.ജെ.പി. നേതാവ് ശ്രീ സി കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ എം.പി. തന്നെ. ഈ വെളിപ്പെടുത്തലിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമടക്കം പരിശോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പോ രാഹുലിനെ ന്യായീകരിച്ചേ പറ്റൂ. കാരണം കോൺഗ്രസിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ 3 വർഷക്കാലം ഇത്തരത്തിലുള്ള പരാതികൾ വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തിയ ആളുകളാണ്. ഈ പരാതിക്കാരനെ പറയുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളോട്, വി.ഡി. സതീശനോടും അതുപോലെ തന്നെ മറ്റു നേതാക്കളോടെല്ലാം ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോ ഇത്രയും കാലം യാതൊരുവിധ നടപടിയും എടുക്കാതിരുന്ന കോൺഗ്രസിനെ ഇപ്പോ രാഹുലിനെ ന്യായീകരിച്ചേ പറ്റൂ. രാഹുലിന് ഈ പരാതികളെല്ലാം ലഭിച്ച ശേഷമാണ് ഓരോ സ്ഥാനങ്ങളും കോൺഗ്രസ് നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തൊട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് MLA ആക്കിയത് വരെ ഈ പരാതികൾ ലഭിച്ച ശേഷമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇപ്പോ രാഹുലിനെ ന്യായീകരിച്ചേ പറ്റൂ. ശരി, വളരെയധികം നന്ദി ശ്രീ സി കൃഷ്ണകുമാർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനമാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. സ്വീകരിച്ചിരിക്കുന്നത്. വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. സ്വാഭാവികമായും വി.കെ. ശ്രീകണ്ഠന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. രാഹുലിനെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം കൂടിയാണ്. കാരണം രാഹുൽ പാലക്കാടേക്ക് വേണ്ട എന്നുള്ള നിലപാട് കോൺഗ്രസിലെ ചില നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചിരുന്നു. എന്നാൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ വലിയ ഒരു പിന്തുണയോടെ രാഹുൽ അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. ഇപ്പോൾ അന്ന് രാഹുലിനെ തള്ളിപ്പറഞ്ഞിരുന്ന വി.കെ. ശ്രീകണ്ഠൻ തന്നെയാണ് ഇപ്പോൾ സംരക്ഷണവുമായി രംഗത്ത് വന്നത്. ആരൊക്കെയാണോ സംരക്ഷണവുമായി രംഗത്ത് വരുന്നത് അവരൊക്കെയും ഒരുപക്ഷെ രാഹുലിന്റെ നിലപാടുകളെ, ചെയ്തികൾക്ക് എല്ലാ സംരക്ഷണവും പിന്തുണയും നൽകിയ വ്യക്തികൾ തന്നെ ആകണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിലപാട് എന്നാണ് ഒരു വിലയിരുത്തലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് വാർത്തകളിലേക്ക് മടങ്ങിയെത്താം, ഇടവേള കഴിഞ്ഞ്.